Welcome all. Here we are going to discuss a bundle of theorems connecting sequences of real numbers. Okay, first we have the theorem. If an and bn are two sequences in R such that limit an is equal to a and limit bn is equal to b, then we have the sum rule, difference rule, product rule, constant multiple rule and quotient rule. As limit an plus bn is equal to limit an plus limit bn, limit an minus bn equal to limit an minus limit bn, limit an bn equal to limit an into limit bn, limit c an equal to c into limit an, and limit an by bn is equal to limit an by limit bn, provided bn not equal to 0 and b not equal to 0. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം നമുക്ക്. ആദ്യത്തെ പ്രൂഫ് എന്ന് പറയുന്നത് സം റൂളിൻ്റെ പ്രൂഫ്. അതായത് എ എൻ കൺവെർജസ് ടു എയുമാണ്, ബി എൻ കൺവെർജസ് ടു ബിയുമാണ് എങ്കിൽ എ എൻ പ്ലസ് ബി എൻ കൺവെർജ് ചെയ്യുന്നത് എ പ്ലസ് ബി എന്ന് പറയുന്ന പോയിന്റിലേക്കാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ വി ഹാവ് ലിമിറ്റ് എ എൻ ഈക്വൽ ടു എ ആൻഡ് ലിമിറ്റ് ബി എൻ ഈക്വൽ ടു ബി. ചൂസ് എപ്സിലോൺ പോസിറ്റീവ്. ലിമിറ്റ് എ എൻ ഈക്വൽ ടു എ ആണെങ്കിൽ ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ k1 കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എ എൻ മൈനസ് എ ഇസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. And limit bn equal to b implies we can find a natural number k2 such that modulus of bn minus b is less than epsilon by 2 for every n greater than or equal to k2. എന്തുകൊണ്ടാണ് ഇവിടെ എപ്സിലോണിന് പകരം എപ്സിലോൺ ബൈ 2 എന്ന് എഴുതിയെന്ന് വെച്ചാൽ അവസാനം നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പർപ്പസ്ഫുള്ളി നമ്മൾ എഴുതിയിട്ടുള്ളതാണ് എപ്സിലോൺ ബൈ 2. ഓക്കെ, ഇനി ഈ രണ്ട് ഇനീക്വാലിറ്റീസും ഹോൾഡ് ചെയ്യുന്നത് k1നും k2നും k1ന് മുകളിലുള്ള നാച്ചുറൽ നമ്പേഴ്സിനാണ് ആദ്യത്തെ ഇനീക്വാലിറ്റി ട്രൂ ആയിട്ടുള്ളത്, k2ൻ്റെ മുകളിലുള്ള നാച്ചുറൽ നമ്പേഴ്സിനാണ് രണ്ടാമത്തെ ഇനീക്വാലിറ്റി ട്രൂ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ട്രൂ ആവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് k1ൻ്റെയും k2ൻ്റെയും മാക്സിമം ആരാണോ അതിന് മുകളിലാണ്. സോ അതുകൊണ്ട് നമുക്ക് k എന്ന് പറയുന്നത് k1ൻ്റെയും k2ൻ്റെയും മാക്സിമം ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ അത് മാക്സിമം ആവാം, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള ഏതൊരു നാച്ചുറൽ നമ്പറായിട്ട് നമുക്ക് kനെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏത് കേസായാലും k എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇനീക്വാളിറ്റിയും ഹോൾഡ് ചെയ്യും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അതാണ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എ എൻ മൈനസ് എയും മോഡുലസ് ഓഫ് ബി എൻ മൈനസ് ബിയും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. രണ്ട് ഇനീക്വാളിറ്റിയും വർക്കാവും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു kയിൽ. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ എൻ പ്ലസ് ബി എൻ കൺവേർജ് ടു എ പ്ലസ് ബി എന്നാണല്ലോ. അപ്പോൾ അവരുടെ മോഡുലസ് ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് മോഡുലസ് ഓഫ് എ എൻ പ്ലസ് ബി എൻ മൈനസ് എ പ്ലസ് ബി ഈക്വൽ ടു, അതിൽ ടേംസ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. എന്നിട്ട് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ ആദ്യത്തെ ടേമും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്, രണ്ടാമത്തെ ടേമും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ് യൂസിങ് ഇക്വേഷൻ 1. അതായത് ഇത് ട്രൂ ആയിരിക്കുന്നത് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു kയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് എ എൻ പ്ലസ് ബി എൻ മൈനസ് എ പ്ലസ് ബി ലെസ് ദാൻ എപ്സിലോൺ ആണ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഇത്രയും മതി നമുക്ക് എന്ത് പറയാൻ? ലിമിറ്റ് ഓഫ് എ എൻ പ്ലസ് ബി എൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ് എന്ന് പറയാൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എ എൻ പ്ലസ് ലിമിറ്റ് ബി എൻ. ഇതാണ് നമ്മുടെ സം റൂളിൻ്റെ പ്രൂഫ്. ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്ന ഡിഫറൻസ് റൂളിൻ്റെ പ്രൂഫാണ്. ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഒക്കെ ഭാഗം അതുപോലെ തന്നെ സെയിം ആണ്. ലിമിറ്റ് എൻ ഈക്വൽ ടു എയും ലിമിറ്റ് ബി എൻ ഈക്വൽ ടു ബിയും ആണെങ്കിൽ ഒരു എപ്സിലോൺ ചൂസ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ k1നും k2 നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ k1നും k2നും കണ്ടുപിടിക്കാം. എന്നിട്ട് അവരുടെ മാക്സിമം ആയിട്ട് k സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയാം? വി ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ k സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എ എൻ മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 and modulus of bn minus b less than epsilon by 2 for every n greater than or equal to k. രണ്ടും കൂടെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു നാച്ചുറൽ നമ്പറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആസ് എബവ് എന്ന് പറഞ്ഞത് തൊട്ട് മുന്നത്തെ പ്രൂഫിലുള്ള പോലെ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഷോ ചെയ്യേണ്ടത് എ എൻ മൈനസ് ബി എൻ കൺവേർജ് ടു എ മൈനസ് ബി എന്നാണ്. അപ്പോൾ അവർ തമ്മിലുള്ള മോഡുലസ് ഡിഫറൻസ് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ എൻ മൈനസ് ബി എൻ പ്ലസ് മൈനസ് എ പ്ലസ് ബി. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ ആ ടേംസിനൊന്ന് അറേഞ്ച് ചെയ്തു. എന്നിട്ട് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ മോഡ് ബി മൈനസ് ബി എന്നെ തിരിച്ച് മോഡ് ബി എൻ മൈനസ് ബി എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, കാരണം മോഡുലസിൻ്റെ ഉള്ളിലായതുകൊണ്ട്. അതിൽ ഓരോ ടേംസും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k യൂസിങ് ഇക്വേഷൻ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് എ എൻ മൈനസ് ബി എൻ മൈനസ് എ മൈനസ് ബി ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അതിൻ്റെ അർത്ഥം എ എൻ മൈനസ് ബി എൻ എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എ മൈനസ് ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എ എൻ മൈനസ് ലിമിറ്റ് ബി എൻ. അപ്പോൾ ഇതാണ് ഡിഫറൻസ് റൂളിൻ്റെ പ്രൂഫ്. നൗ വി ഹാവ് പ്രൊഡക്റ്റ് റൂൾ. അവിടെ ലിമിറ്റ് എ എൻ ഈക്വൽ ടു എയും ലിമിറ്റ് ബി എൻ ഈക്വൽ ടു ബിയും നമ്മുടെ കയ്യിൽ അസംഷൻസ് ആയിട്ടുണ്ട്. അതിൽ ഒരാളുടെ ബൗണ്ടഡ്നെസ് നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. അതായത് കൺവേർജൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബൗണ്ടഡ് ആയിരിക്കും, നമ്മൾ തിയറം കണ്ടതാണ്.
സോ എ എന്ന് പറയുന്ന സീക്വൻസും ബി എന്ന് പറയുന്ന സീക്വൻസും കൺവെർജൻ ആണ്. അപ്പോൾ രണ്ടുപേരും ബൗണ്ടഡ് ആയിരിക്കും, പക്ഷേ നമ്മളതിൽ ഒരാളുടെ ബൗണ്ടഡ്നെസ് മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ, അത് എ എൻ്റെ ആണ്. അപ്പോൾ എ എൻ കൺവെർജൻ്റ് ആയതുകൊണ്ട് എ എൻ ബൗണ്ടഡ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. സോ എ എന്നിനെ ബൗണ്ട് ചെയ്യാനായിട്ട് നമുക്കൊരു റിയൽ നമ്പറിനെ M1നെ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എ എൻ ലെസ് ദാൻ M1 ആകുന്ന രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ M1 ഉണ്ട് നമ്മുടെ കയ്യിൽ, അതുപോലെ ബി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ മോഡ് ബി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. M1 എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്, പോസിറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പേരുടെ മാക്സിമം അതായിട്ട് നമ്മൾ എമ്മിനെ സെറ്റ് ചെയ്തു. M ഈക്വൽ ടു മാക്സിമം ഓഫ് M1, മോഡ് ബി. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി അനദർ ഇക്വേഷൻ നമ്പർ 3. നൗ നമുക്ക് കാണിക്കേണ്ടത് എ എൻ ബി എന്ന് പറയുന്ന സീക്വൻസ് എ ബിയിലേക്ക് കൺവേർജ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ മോഡുലസ് ഡിഫറൻസ് നമ്മൾ കൺസിഡർ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിൽ നമ്മളൊരു ടേം ആഡ് ചെയ്തു, മൈനസ് ചെയ്തു. എ എൻ ബി എന്ന് പറയുന്ന ടേമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ എൻ ബി എൻ മൈനസ് എ എൻ ബി പ്ലസ് എ എൻ ബി മൈനസ് എ ബി. ഒരു ടേമിനെ നമ്മൾ ആഡ് ചെയ്തു, മൈനസ് ചെയ്തു. ഇനി അതിൽ നമ്മൾ ടേംസ് ഒന്ന് അറേഞ്ച് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ രണ്ടെണ്ണത്തിൽ നിന്ന് എ എൻ പുറത്തേക്ക് എടുക്കുന്നു, മൂന്നാമത്തെ നാലാമത്തെ നിന്ന് ബി പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി വെച്ചിട്ട് മോഡുലസ് എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ എൻ ഇൻറ്റു മോഡ് ബി എൻ മൈനസ് ബി പ്ലസ് മോഡ് ബി ഇൻറ്റു മോഡ് എ എൻ മൈനസ് എ എന്ന് എഴുതാൻ പറ്റും. ഇനി മോഡ് എ എൻ ലെസ് ദാൻ M1 നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ M1ഉം M1 തമ്മിൽ എന്താ ബന്ധം? M1ൻ്റെയും മോഡ് ബിയുടെയും മാക്സിമമാണ് M എന്ന് പറയുന്നത്. അപ്പോൾ M1ഉം M1 തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് M1ഉം ലെസ് ദാൻ M ആയിരിക്കും. അപ്പോൾ നമുക്ക് മോഡ് എ എൻ ലെസ് ദാൻ M എന്ന് എഴുതാം, അതുപോലെ മോഡ് ബിയും ലെസ് ദാൻ M എന്ന് എഴുതാം. അപ്പോൾ അതാണ് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു M ഇൻറ്റു മോഡ് ബി എൻ മൈനസ് ബി പ്ലസ് M ഇൻറ്റു മോഡ് എ എൻ മൈനസ് എ. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ കൺവെർജൻസിൻ്റെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എപ്സിലോൺ ചൂസ് ചെയ്തു. ലിമിറ്റ് എ എൻ ഈക്വൽ ടു എ ആണെങ്കിൽ നമുക്കറിയാം ഒരു നാച്ചുറൽ നമ്പർ K1 കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മോഡ് എ എൻ മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2m. അത് നമ്മൾ പർപ്പസ്ഫുള്ളി എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1. ഇനി ലിമിറ്റ് ബി എൻ ഈക്വൽ ടു ബി ആണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ K2 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ബി എൻ മൈനസ് ബി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2m ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K2. K1ൻ്റെയും K2ൻ്റെയും മാക്സിമം ആയിട്ട് നമ്മൾ K സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഇനീക്വാളിറ്റിയും വർക്കാവും ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K. അതാണ് ഇക്വേഷൻ നമ്പർ 5. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 4 കൊണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്താ നിൽക്കുന്നത്? 4ൻ്റെ മോഡുലസ് ഓഫ് എ എൻ ബി എൻ മൈനസ് എ ബി ആണ് നിൽക്കുന്നത്. ദാറ്റ് ഈസ് ലെസ് ദാൻ. റൈറ്റ് സൈഡിലുള്ള പോർഷന് പകരം നമ്മൾ എന്താ എഴുതുന്നത്? M ഇൻറ്റു മോഡ് ബി എൻ മൈനസ് ബിക്ക് പകരം നമ്മൾ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2m കൊടുക്കുന്നു, പ്ലസ് M ഇൻറ്റു മോഡ് എ എൻ മൈനസ് എക്ക് പകരം എപ്സിലോൺ ബൈ 2m കൊടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 5 യൂസ് ചെയ്തിട്ട് ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Kക്ക്. അപ്പോൾ നമുക്ക് ആ എമ്മുകളൊക്കെ കട്ട് ചെയ്ത് പോയിട്ട് എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ എപ്സിലോണിൻ്റെ ചുവട്ടിൽ ബൈ 2m ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എ എൻ ബി എൻ മൈനസ് എ ബി ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K. ദിസ് മീൻസ് ദാറ്റ് ലിമിറ്റ് എ എൻ ബി എൻ ഈക്വൽ ടു എ ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എ എൻ ഇൻറ്റു ലിമിറ്റ് ബി എൻ ആൻഡ് ദിസ് ഇസ് ദ പ്രൊഡക്റ്റ് റൂൾ. Now we have the constant multiple rule. അത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും അതിൻ്റെ പ്രൂഫ്. ഇപ്പോൾ പറഞ്ഞ പ്രൊഡക്റ്റ് റൂളിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് വേണമെങ്കിലും പറയാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എ എന്ന് പറയുന്നൊരു സീക്വൻസ് ഉണ്ട്, കൺവെർജസ് ടു എ ആണെന്ന് അറിയാം. ഇനി ബി എന്ന് പറയുന്ന സീക്വൻസ് ആയിട്ട് നമ്മൾ സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് സീക്വൻസിനെ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കും. അതായത് സി ഒരു റിയൽ നമ്പറാണ്. അപ്പോൾ സി 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 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആയിട്ട് ബി എന്ന് പറയുന്ന സീക്വൻസിനെ കൺസിഡർ ചെയ്താൽ ലിമിറ്റ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആയതുകൊണ്ട് സി തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓഫ് സി എ എൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് സിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ബി എൻ എഴുതാം. കാരണം ബി എൻ ഈക്വൽ ടു സി ആണ് ഫോർ എവറി എൻ. അപ്പോൾ ബി എൻ ഇൻറ്റു എ എൻ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ പ്രൊഡക്റ്റ് റൂൾ പ്രകാരം ഇത് ഈക്വൽ ടു ലിമിറ്റ് ബി എൻ ഇൻറ്റു ലിമിറ്റ് എ എന്ന് എഴുതാം. ലിമിറ്റ് ബി എന്ന് പറയുന്നത് സി ആണ്, ലിമിറ്റ് എ എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സി ഇൻറ്റു എ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ലിമിറ്റ് ഓഫ് സി ഇൻറ്റു എ എൻ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എ എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ലിമിറ്റ് എ എൻ ഫോർ എവറി സി എലമെൻറ്റ് ഓഫ് ആർ. ഇതാണ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ. ആ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിളിന് ആ കോൺസ്റ്റൻറ്റിനെ തന്നെ നമ്മളൊരു സീക്വൻസ് ആയിട്ട് ഡീൽ ചെയ്താൽ മതി. എന്നിട്ട് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പ്രൂഫ് ക്ലിയർ ആണ്. ആൻഡ് ദെൻ ഫിഫ്ത്ത് വൺ, ദാറ്റ് ഈസ് ദ ക്വോഷ്യൻ റൂൾ. We have limit a n equal to a and limit b n equal to b. അതിൽ ബിയും നോൺ സീറോ ആണ്, ബി എന്നുകളും നോൺ സീറോ ആണ്. ഓക്കെ, അപ്പോൾ ബി നോൺ സീറോ ആണെന്ന് പറയുമ്പോൾ നമുക്ക് മോഡ് ബി
പോസിറ്റീവ് ആണെന്ന് പറയാം, മോഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാം. അപ്പോൾ മോഡ് ബി ബൈ 2 പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ ആയിട്ട് നമുക്ക് മോഡ് ബി ബൈ 2 ചൂസ് ചെയ്യാനോണ്ട് ബുദ്ധിമുട്ടില്ല, കാരണം പോസിറ്റീവ് ആയിട്ടുള്ള ഏതൊരു ക്വാണ്ടിറ്റി നമുക്ക് എപ്സിലോൺ ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു മോഡ് ബി ബൈ 2 ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ബി എൻ ഈക്വൽ ടു ബി എന്ന് പറയുന്നതിൽ നമുക്കൊരു നാച്ചുറൽ നമ്പറിനെ കണ്ടുപിടിക്കാൻ പറ്റും ബൈ ഡെഫിനിഷൻ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ബി എൻ മൈനസ് ബി ലെസ് ദാൻ എപ്സിലോൺ. എപ്സിലോൺ ആയിട്ട് നമ്മൾ മോഡ് ബി ബൈ 2 എടുത്തുകൊണ്ട് അതാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1. ഓക്കെ, ഇനി നമുക്ക് അറിയുന്ന ഒരു റിസൾട്ടാണ് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. മോഡുലസ് ഓഫ് മോഡ് എക്സ് മൈനസ് മോഡ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് വൈ. ഓക്കെ, അപ്പോൾ ആ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് ആ സ്റ്റെപ്പ് എഴുതിയിട്ടുള്ളത്. അതായത് മോഡുലസ് ഓഫ് ബി മൈനസ് മോഡുലസ് ഓഫ് ബി എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ബി മൈനസ് ബി എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് ബി എൻ മൈനസ് ബി. തിരിച്ചെഴുതിയാലും മോഡിൻ്റെ ഉള്ളിലായതുകൊണ്ട് കുഴപ്പമില്ല. ദാറ്റ് ഈസ് ലെസ് ദാൻ മോഡ് ബി ബൈ 2. തൊട്ട് മുകളിൽ നമ്മൾ എഴുതിയിരിക്കണം അതാണ് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റും ലാസ്റ്റും എടുക്കുകയാണ്. അതായത് മോഡ് ബി മൈനസ് മോഡ് ബി എൻ ഈസ് ലെസ് ദാൻ മോഡ് ബി ബൈ 2 ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1. ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. മോഡ് ബിൻ്റെ ടേംസൊക്കെ ഒരു ഭാഗത്തേക്കും മോഡ് ബി എന്നെ റൈറ്റിലേക്കും എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് താഴെ എഴുതിയിട്ടുള്ളത്. മോഡ് ബി ബൈ 2 ഈസ് ലെസ് ദാൻ മോഡ് ബി എൻ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1. ഓക്കെ, ഇനി അവിടുന്ന് നമ്മൾ ജസ്റ്റ് റെസിപ്രോക്കൽ എടുക്കുന്ന രണ്ട് സൈഡും എന്നിട്ട് നമ്മൾ എഴുതാണ് ഇക്വേഷൻ നമ്പർ 6. അതായത് 1 ബൈ മോഡ് ബി എൻ ഇസ് ലെസ് ദാൻ 2 ബൈ മോഡ് ബി ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1. ഇനി നമുക്ക് ഷോ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻ ബൈ ബി എൻ കൺവേർസ് ടു എ ബൈ ബി ആണ്. അപ്പോൾ അവരുടെ മോഡുലസ് ഡിഫറൻസ് കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാണ്. അപ്പോൾ മോഡുലസ് ഓഫ് എ എൻ ബി മൈനസ് ബി എൻ എ ഡിവൈഡ് ബൈ ബി ഇൻറ്റു ബി എന്ന് വരും. എന്നിട്ട് ന്യൂമറേറ്ററിൽ നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു ടേമിനെ മൈനസ് ചെയ്യുന്നു, പ്ലസ് ചെയ്യുന്നു, പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കോമൺ ടേംസ് ആയിട്ടുള്ള ആദ്യത്തെ രണ്ടെണ്ണത്തും ബി പുറത്തേക്ക് എടുക്കുന്നു, മൂന്നാമത്തെയും നാലാമത്തേന്ന് എനെ പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി യൂസ് ചെയ്തിട്ട് മോഡുലസിനെല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ബി ഇൻറ്റു മോഡ് എൻ മൈനസ് എ പ്ലസ് മോഡ് എ ഇൻറ്റു മോഡ് ബി മൈനസ് ബി എൻ ഡിവൈഡഡ് ബൈ മോഡ് ബി ഇൻറ്റു മോഡ് ബി എന്നാണ്. ഇതിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇക്വേഷൻ നമ്പർ 6ൽ എന്തായിരുന്നു? ഇക്വേഷൻ നമ്പർ 6ൽ 1 ബൈ മോഡ് ബി എൻ ലെസ് ദാൻ 2 ബൈ മോഡ് ബി എന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ മോഡ് ബി എൻ ഡിനോമിനേറ്ററിൽ നിൽക്കുന്നുണ്ട്, അതായത് 1 ബൈ മോഡ് ബി എൻ അവിടെ ഉണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ ലെസ് ദാൻ 2 ബൈ മോഡ് ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? 2 ഇൻറ്റു മോഡ് ബി ഇൻറ്റു മോഡ് എൻ മൈനസ് എ പ്ലസ് 2 ഇൻറ്റു മോഡ് എ ഇൻറ്റു മോഡ് ബി മൈനസ് ബി എൻ ഡിവൈഡ് ബൈ മോഡ് ബി സ്ക്വയർ എന്ന് വരും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1. എന്നിട്ട് ഈ മോഡ് ബി സ്ക്വയർ രണ്ട് ടേംസിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇക്വേഷൻ നമ്പർ 7. ഇക്വേഷൻ നമ്പർ 7ൽ ചെറിയൊരു കാര്യം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മോഡ് എയുടെ പകരം മോഡ് എ പ്ലസ് ലാംഡയാണ് നമ്മൾ ആ സ്റ്റെപ്പിൽ എഴുതിയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർ ലാംഡ ഗ്രേറ്റർ ദാൻ 0 ഈസ് ആഡഡ് ടു ഓവർകം ദി സിറ്റുവേഷൻ വെൻ എ ഈക്വൽ ടു 0. അതായത് എ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ബി നോൺ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനെ കുറിച്ച് അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എ 0 ആവുന്ന കേസും ഉണ്ടാവാം. എ 0 ആയി കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ക്വാണ്ടിറ്റി അവിടെ മൊത്തത്തിൽ 0 ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തെ ടേം മൊത്തത്തിൽ 0 ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ മോഡ് എയുടെ പകരം മോഡ് എ പ്ലസ് ലാംഡ, ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് ലാംഡ, ജസ്റ്റ് അവിടെ വെക്കുകയാണ്. അപ്പോൾ ഇനീക്വാലിറ്റി അവിടെ ഈക്വൽ ടുവിന് പകരം ലെസ് ദാൻ ആണ് ഇട്ടേക്കണത്. അത് ഇതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ടേം മൊത്തത്തിൽ 0 ആയി പോവാതെ കയ്യിൽ നിൽക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 7. ഇനി നമ്മുടെ ലിമിറ്റ് എ എൻ ഈക്വൽ ടു എ എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്സിലോൺ ചൂസ് ചെയ്തു. ലിമിറ്റ് എ എൻ ഈക്വൽ ടു എ ആണെങ്കിൽ നമുക്കൊരു നാച്ചുറൽ നമ്പറിനെ K2നെ കണ്ടുപിടിക്കാം. നേരത്തെ ഓൾറെഡി ഒരു K1 എടുത്തു, അതുകൊണ്ടാണ് നമ്മളിവിടെ K2 എന്ന് എഴുതിയിരിക്കണേ. ഒരു K2നെ കണ്ടുപിടിക്കാം സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എ എൻ മൈനസ് എ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു മോഡ് ബി ബൈ 4 ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K2. പർപ്പസ്ഫുള്ളി എഴുതിയിട്ടുള്ളതാണ്. കാരണം ഈ പറഞ്ഞ ഇക്വേഷൻ നമ്പർ 7ൽ കൊണ്ടു കൊടുക്കുമ്പോൾ എല്ലാം കൂടെ കട്ട് ചെയ്ത് പോയി എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഇക്വേഷൻ നമ്പർ 8. ഇനി ലിമിറ്റ് ബി എൻ ഈക്വൽ ടു ബി ആണെങ്കിൽ നമുക്കൊരു K3നെ കണ്ടുപിടിക്കാം സച്ച് ദാറ്റ് മോഡ് ബി മൈനസ് ബി എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു മോഡ് ബി സ്ക്വയർ ബൈ 4 ഇൻറ്റു മോഡ് എ പ്ലസ് ലാംഡ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K3. അതാണ് ഇക്വേഷൻ നമ്പർ 9. അപ്പോൾ നമ്മുടെ കയ്യിൽ K1 ഉണ്ട്, K2 ഉണ്ട്, K3 ഉണ്ട്. ഇക്വേഷൻ 7 ഹോൾഡ് ചെയ്തിട്ടുള്ളത് K1ൻ്റെ മുകളിൽ 8ഉം
ഹോൾഡ് ചെയ്തിട്ടുള്ളത് K2ൻ്റെ മുകളിൽ, 9 ഹോൾഡ് ചെയ്തിട്ടുള്ളത് K3യുടെ മുകളിൽ. അപ്പോൾ ഇത് മൂന്നും കൂടെ ഹോൾഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവരുടെ മാക്സിമത്തിലായിരിക്കും, അതായത് മാക്സിമത്തിന് മുകളിലായിരിക്കും. അതായത് K എന്ന് പറയുന്നത് ഇവരുടെ K1, K2, K3യുടെ മാക്സിമമായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 7ഉം 8ഉം 9ഉം ഹോൾഡ് ചെയ്യും ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 7ൽ കൊണ്ട് കൊടുക്കാൻ പോവാണ്. ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡിൽ മോഡുലസ് ഓഫ് AN ബൈ BN മൈനസ് A ബൈ B ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ, അതിൽ റൈറ്റിലുള്ള ഓരോ ടേമിലും നമ്മളിപ്പോൾ ഇക്വേഷൻ 8ഉം 9ഉം ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 ഈക്വൽ ടു എപ്സിലോൺ എന്ന് കിട്ടും ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Kയിൽ. ദാറ്റ് ഈസ് എന്താ കിട്ടിയത്? മോഡുലസ് ഓഫ് AN ബൈ BN മൈനസ് A ബൈ B ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K മീൻസ് ലിമിറ്റ് AN ബൈ BN ഈസ് ഈക്വൽ ടു A ബൈ B. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് AN ബൈ ലിമിറ്റ് BN. Okay, provided B not equal to 0 and BN not equal to 0 for every n element of n. അപ്പോൾ ഇതാണ് ആദ്യത്തെ തിയറത്തിൻ്റെ പ്രൂഫ്. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആവണമെന്നില്ല എന്നുള്ളതാണ് റിമാർക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ANഉം BNഉം കൺവേർജൻ്റ് ആണെങ്കിൽ AN പ്ലസ് BN, അതുപോലെ AN മൈനസ് BN, AN ഇൻറ്റു BN, AN ബൈ BN ഒക്കെ കൺവേർജൻ്റ് ആണെന്നാണ് ഇപ്പോൾ തിയറം പറഞ്ഞത്. അതിൻ്റെ കോൺവേഴ്സ്, അതായത് നമ്മൾ രണ്ട് സീക്വൻസ് കൺസിഡർ ചെയ്തു, ANഉം BNഉം. അപ്പോൾ അവരുടെ സമ്മ് കൺവെർജൻ്റ് ആണ്, പ്രൊഡക്റ്റ് കൺവെർജൻ്റ് ആണ്, കോഷ്യൻ്റ് കൺവെർജൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് ഒറിജിനൽ സീക്വൻസ് കൺവെർജൻ്റ് ആകണം എന്നില്ല എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. -1/n -1/n+1 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സീക്വൻസ്. അത് അവർ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ അത് കൺവെർജൻ്റ് ആയിട്ടുള്ളൊരു സീക്വൻസ് ആണ്, കൺവെർജസ് ടു 0 ആണ്. പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ കൺവെർജസ് ടു -1 ആയിട്ടുള്ളൊരു സീക്വൻസ് ആണ് കിട്ടുന്നത്, കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്. കോഷ്യൻ്റ് എടുത്തു കഴിഞ്ഞാലും കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്, കൺവെർജസ് ടു -1 ആണ്. അതുകൊണ്ട് നമുക്ക് ANഉം BNഉം കൺവെർജൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റുന്നില്ല, കാരണം അവർ ആൾട്ടർനേറ്റിംഗ് സീക്വൻസുകളാണ് അല്ലേ. -1/n -1/n+1 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കോൺസ്റ്റൻറ്റ് സീക്വൻസ് അല്ല, അത് കൺവെർജൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോൺവേഴ്സ് ട്രൂ അല്ല എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് ഇത് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് അനദർ റിമാർക്ക്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പറയാം, ഫൈനൈറ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പറയാം. അതായത് രണ്ടെണ്ണത്തിന് പറഞ്ഞ കാര്യം ഇൻ ജനറൽ n ആൾക്കാർക്ക് വെച്ച് പറയാം. അതായത് ലിമിറ്റ് ഓഫ് AN പ്ലസ് BN പ്ലസ് എക്സെട്ര പ്ലസ് ZN ഇസ് ഈക്വൽ ടു ലിമിറ്റ് AN പ്ലസ് ലിമിറ്റ് BN പ്ലസ് എക്സെട്ര പ്ലസ് ലിമിറ്റ് ZN. അതായത് സം റൂളിനെ എക്സ്റ്റെൻഡ് ചെയ്യാം, അടുത്തതിൽ പ്രൊഡക്റ്റ് റൂളിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ആൻഡ് ദെൻ മൂന്നാമത്തത് ലിമിറ്റ് AN റേസ് ടു Kനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ ലിമിറ്റ് AN ഹോൾ പവർ K ആയിട്ട് എഴുതാൻ പറ്റും. അതായത് AN റേസ് ടു K എന്ന് പറയുമ്പോൾ AN ഇൻറ്റു എക്സെട്ര K ടൈംസ് അല്ലേ. അതിൽ പ്രൊഡക്റ്റ് റൂൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ലിമിറ്റ് AN ഇൻറ്റു K ടൈംസ് വരും. ദാറ്റ് ഈസ് ലിമിറ്റ് AN പവർ K ആയിട്ട് എഴുതാം. ഓക്കെ, next we have the second theorem. The statement is xn be a sequence in R and let x element of R. Okay, അതായത് x ഒരു സീക്വൻസ് ആണ്, x എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആണ്. If AN is a sequence of positive real numbers with the limit AN equal to 0 and for some constant C greater than 0 and for some m element of n we have modulus of xn minus x less than or equal to C into AN for every n greater than or equal to m, then it follows that limit xn is equal to x. ഓക്കെ, അപ്പോൾ ഈ തിയറം പറയണത് എന്താണെന്ന് നോക്കാം. ആ ഒരു മോഡുലസിൻ്റെ ആ ഒരു ഭാഗം ആണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ഇൻറ്റു AN ആണ് ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m. m ഒരു നാച്ചുറൽ നമ്പറാണ്. ആ നാച്ചുറൽ നമ്പറിൻ്റെ മുകളിലുള്ള എല്ലാ എന്നുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് മോഡ് xn മൈനസ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ഇൻറ്റു AN ആണ്. C എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആണ്. AN എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ആണ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. അവരുടെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത്, ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ xnൻ്റെ ലിമിറ്റ് എന്തായിരിക്കും പറയേണ്ടത്? x ആണെന്നാണ് പറയേണ്ടത്. ഓക്കെ, പ്രൂഫ് നോക്കാം. പ്രൂഫ് സിമ്പിളാണ്. നമ്മുടെ കയ്യിൽ ഉള്ള കാര്യങ്ങളൊക്കെ ആദ്യം എഴുതാം. അതായത് മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ഇൻറ്റു AN ആണ് ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m. അതറിയാം. വേർ C ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലിമിറ്റ് AN ഈക്വൽ ടു 0. ANകളൊക്കെ പോസിറ്റീവ് ആണ് ഫോർ എവറി n എലിമെൻറ്റ് ഓഫ് n. ഇത്രയും കാര്യം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളൊരു എപ്സിലോൺ ചൂസ് ചെയ്തു. അപ്പോൾ ലിമിറ്റ് AN ഈക്വൽ ടു 0 നമുക്ക് തന്നിട്ടുണ്ട്. ലിമിറ്റ് AN ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ പറഞ്ഞ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് വി ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ K1 such that modulus of AN minus 0 less than epsilon by C for every n greater than or equal to K1. by C എഴുതിയത് നമുക്ക് അവസാനം ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. that is modulus of AN less than epsilon by C for every n greater than or equal to K1. that is AN less than or equal to AN less than epsilon by C for every n greater than or equal to K1. കാരണം മോഡുലസ് ഓഫ് AN ആണ്, എന്താ വെച്ചാൽ AN പോസിറ്റീവ് ആയതുകൊണ്ടാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു എം ഉണ്ട് നമ്മുടെ കയ്യിൽ, സ്മോൾ എം. ഇപ്പോൾ നമുക്കൊരു K1 കിട്ടി. ഈ രണ്ടുപേരുടെയും മാക്സിമം ആയിട്ട് നമ്മൾ Kനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള രണ്ട് ഇനീക്വാളിറ്റിയും ട്രൂ ആയിരിക്കും ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Kയിൽ. ഓക്കെ, അതായത് മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എനും അതുപോലെ an ലെസ് ദാൻ എപ്സിലോൺ ബൈ സിയും ട്രൂ ആണ് ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Kയിൽ. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു an ദാറ്റ് ഈസ് ലെസ് ദാൻ സി ഇൻറ്റു എപ്സിലോൺ ബൈ സി ഈക്വൽ ടു എപ്സിലോൺ. അപ്പോൾ ആ സി കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ എപ്സിലോണിന് പകരം എപ്സിലോൺ ബൈ സി എഴുതിയിട്ടുള്ളത് കേട്ടോ. This is true for every n greater than or equal to K. That is, modulus of xn minus x is less than epsilon for every n greater than or equal to K. This means that limit xn equal to x. Okay, അതാണ് ഈ തിയറത്തിൻ്റെ പ്രൂഫ്. ആൻഡ് വി ഹാവ് തിയറം 3. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എക്സ് എന്ന് പറയുന്ന ഒരു കൺവേർജൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. അതിലുള്ള ഓരോ ടേമുകളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ലിമിറ്റും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. xn is a convergent sequence of real numbers, and if xn greater than or equal to 0 for every n element of n, then x equal to limit xn greater than or equal to 0. സീക്വൻസിലെ ടേംസുകളെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ലിമിറ്റും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, കൺവെർജൻ്റ് ആണെങ്കിൽ എന്നാണ് പറയുന്നത്. പ്രൂഫ് നോക്കാം. Given limit xn equal to x and xn greater than or equal to 0 for every n element of n, we have to prove that x greater than or equal to 0. അല്ലേ, x എന്ന് പറഞ്ഞാൽ ലിമിറ്റ് xn അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇഫ് പോസിബിൾ നമ്മൾ അസ്യൂം ചെയ്യാണ് എക്സ് ലെസ് ദാൻ 0 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കോൺട്രഡിക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇഫ് പോസിബിൾ അസ്യൂം എക്സ് ലെസ് ദാൻ 0. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് എക്സ് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മൈനസ് എക്സിനെ നമുക്ക് എപ്സിലോൺ ആയിട്ട് ചൂസ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ചൂസ് എപ്സിലോൺ ഈക്വൽ ടു മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ദെൻ നമ്മുടെ കയ്യിൽ ലിമിറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു നാച്ചുറൽ നമ്പർ കെനെ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. എന്നിട്ട് ഇതിന് നമ്മൾ ഈ മോഡുലസിനൊന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. എന്നിട്ട് ത്രൂ ഔട്ട് എക്സ് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എപ്സിലോണിന് പകരം നമ്മൾ മൈനസ് എക്സ് ആണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത് എപ്സിലോൺ. അപ്പോൾ എപ്സിലോണിന് പകരം മൈനസ് എക്സിനെ റിപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 2x ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ 0 ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഓക്കെ, അപ്പോൾ അതായത് എക്സ് എൻ ലെസ് ദാൻ 0 എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അതായത് കെ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിന് ശേഷമുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസിലെ ടേംസ് ലെസ് ദാൻ 0 ആണെന്ന്. പക്ഷേ നമ്മുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്, തന്നിട്ടുണ്ടായിരുന്നു എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഫോർ എവറി n എലമെൻറ്റ് ഓഫ് n. എല്ലാവർക്കും എക്സ് എൻ പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റായിട്ടൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. സോ നമ്മുടെ കയ്യിൽ എക്സ് ലെസ് ദാൻ 0 എടുത്തപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അപ്പോൾ നമുക്ക് എക്സ് ലെസ് ദാൻ 0 അല്ല, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. This is the proof. And we have theorem 4. xn and yn are convergent sequences, and if xn less than or equal to yn for every n element of n, then limit xn less than or equal to limit yn. ഓക്കെ, അപ്പോൾ രണ്ട് സീക്വൻസുകളാണ്, കൺവെർജൻ്റ് ആയിട്ടുള്ള രണ്ട് സീക്വൻസുകളാണ്. അതിൽ ഓരോ ടേംസും xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn എന്നുള്ള രൂപത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവരുടെ ലിമിറ്റുകളും അതേ ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്ത് നിൽക്കും എന്നാണ് പറയുന്നത്. ലിമിറ്റ് എക്സനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് yn ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രൂഫിലേക്ക് നോക്കാം. അസ്യൂം ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് ആൻഡ് ലിമിറ്റ് വൈ എൻ ഈക്വൽ ടു വൈ ആൻഡ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ഫോർ എവറി n എലമെൻറ്റ് ഓഫ് n. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് വൈ എൻ, അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇഫ് പോസിബിൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്യുക, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് അസ്യൂം ചെയ്യുക, ഒരു കോൺട്രഡിക്ഷനിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ നമുക്ക് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള നമ്പറിനെ കിട്ടിയാൽ നമ്മൾ എപ്സിലോൺ ആയിട്ട് ചൂസ് ചെയ്യാം അല്ലേ. സോ ചൂസ് എപ്സിലോൺ ഈക്വൽ ടു എക്സ് മൈനസ് വൈ. എന്നിട്ട് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സും ലിമിറ്റ് വൈ എൻ ഈക്വൽ ടു വൈയും എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് K1 K2 കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആൻഡ് മോഡുലസ് ഓഫ് വൈ എൻ മൈനസ് വൈ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഓക്കെ, ഇത് രണ്ടും രണ്ട് സ്ഥലത്താണ് ട്രൂ ആയിട്ടുള്ളത്. ഒരാൾ K1 മുകളിലും ഒരാൾ K2 മുകളിലും. അപ്പോൾ രണ്ടും കൂടെ ട്രൂ ആവുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവരുടെ മാക്സിമത്തിൻ്റെ മുകളിലായിരിക്കും. അതായത് കെ എന്ന് പറയുന്നത് ഇവരുടെ K1 K2 മാക്സിമമായിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് എൻ മൈനസ് എക്സും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും. മോഡ് വൈ എൻ മൈനസ് വൈയും ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയിരിക്കും ഫോർ എവറി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെയിൽ. ഓക്കെ, എന്നിട്ട് അവിടെ ആ മോഡുലസ് രണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ത്രൂ ഔട്ട് എക്സ് ആഡ് ചെയ്തു ആദ്യത്തേൽ, ത്രൂ ഔട്ട് വൈ ആഡ് ചെയ്തു രണ്ടാമത്തേൽ. എന്നിട്ട് അടുത്ത സ്റ്റേജിൽ എക്സ് എൻ ഗ്രേറ്റർ ദാൻ എക്സ് മൈനസ് എപ്സിലോൺ ബൈ 2
അതൊന്നുമില്ല, ആ കിടക്കുന്ന ഫസ്റ്റ് പോർഷനാണ്, അതിനെ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. ആൻഡ് രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ എടുത്തിട്ടുള്ളത് മൈനസ് വൈ എന്നിൻ്റെ കേസാണ് കേട്ടോ. അവിടെ വൈ എന്ന് എഴുതിയേക്കണത്, അതിലൊരു മൈനസ് വൈ എൻ നമ്മൾ മൈനസ് വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. മൈനസ് വൈ എൻ ഗ്രേറ്റർ ദാൻ മൈനസ് വൈ മൈനസ് എപ്സിലോൺ ബൈ 2. ഇത് രണ്ടും ട്രൂ ആയിട്ടുള്ളത് ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെയിൽ. എന്നിട്ട് ഈ രണ്ടെണ്ണം കൂടെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള രണ്ടെണ്ണം കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് എൻ മൈനസ് വൈ എൻ ഇസ് ഗ്രേറ്റർ ദാൻ എക്സ് മൈനസ് എപ്സിലോൺ ബൈ 2 മൈനസ് വൈ മൈനസ് എപ്സിലോൺ ബൈ 2 ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് എൻ മൈനസ് വൈ എൻ ഇസ് ഗ്രേറ്റർ ദാൻ എക്സ് മൈനസ് വൈ മൈനസ് എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. നമ്മൾ എപ്സിലോൺ ചൂസ് ചെയ്തിട്ടുള്ളത് എന്തായിട്ടായിരുന്നു, എക്സ് മൈനസ് വൈ ആയിട്ടായിരുന്നു. അപ്പോൾ അതിവിടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ് എൻ മൈനസ് വൈ എൻ ഗ്രേറ്റർ ദാൻ 0 ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്നാണ്. ദാറ്റ് ഈസ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ വൈ എൻ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ദിസ് ഇസ് എഗെയിൻ എ കോൺട്രഡിക്ഷൻ ഫോർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ത്, എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ആണ് ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. അപ്പോൾ ആ പറഞ്ഞതിന് ഇപ്പോൾ കിട്ടിയത് ഒരു കോൺട്രഡിക്ഷൻ ആണ്. സോ നമ്മൾ അസ്യൂം ചെയ്ത് തെറ്റിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണ് ശരിയായിട്ടുള്ളത്. അതായത് ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് വൈ എൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൂഫ്. ആൻഡ് വി ഹാവ് എ കൊറോളറി ഓഫ് ദിസ് തിയറം. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എക്സ് എന്ന് പറയുന്ന ഒരു കൺവേർജൻസ് സീക്വൻസ് ആണ്. എക്സ് എന്നിൻ്റെ രണ്ട് ബൗണ്ടുകളാണ് എയും ബിയും. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ എൻ്റെയും ബിൻ്റെ ഇടയിൽ തന്നെയായിരിക്കും എക്സ് എന്നിൻ്റെ ലിമിറ്റും എന്നാണ് പറയേണ്ടത്. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ തിയറത്തിൻ്റെ കൊറോളറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യണതിൻ്റെ റൈറ്റ് സൈഡ്, അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, അതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡ് ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആദ്യം നമ്മൾ പറയും, പിന്നെ മറ്റേ സൈഡ് പറയും. ഓക്കെ, അപ്പോൾ ആ റൈറ്റ് സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സീക്വൻസ് ബി 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 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്. അതായത് വൈ എന്നുകളെല്ലാം ബി ആണ് ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. ആ സീക്വൻസ് കൺസിഡർ ചെയ്തു. അപ്പോൾ നമുക്ക് ലിമിറ്റ് വൈ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് എന്തായിരിക്കും, ബി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങുകയാണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. ഓക്കെ, ഇതിൽ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ള ആ പോർഷൻ മാത്രമാണ് നമ്മൾ അടുത്തേക്ക് എടുക്കുന്നത്. ദാറ്റ് ഈസ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ. കാരണം ബി എന്ന് പറയുന്നത് വൈ എൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് എഴുതാം ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുകളിലത്തെ തിയറ പ്രകാരം നമുക്ക് ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് വൈ എന്ന് എഴുതാം ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. അതിൽ ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് വൈ എന്ന് പകരം അത് ബി ആണെന്ന് അറിയാം. അപ്പോൾ അത് ബി എന്ന് റീപ്ലേസ് ചെയ്തു. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ റൈറ്റ് സൈഡ് കിട്ടി. ഇനി ലെഫ്റ്റ് സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സീക്വൻസ് എ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആണ്. ദാറ്റ് ഈസ് സെഡ് എൻ ഈക്വൽ ടു എ ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. ക്ലിയർലി നമുക്കറിയാം സെഡ് എന്നിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ, അതിൽ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുന്നു. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എൻ കൺസിഡർ ചെയ്യുന്നു. അതിൽ എക്ക് പകരം സെഡ് എന്ന് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ സെഡ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. വീണ്ടും മുകളിലത്തെ തിയർ പ്രകാരം നമുക്ക് ലിമിറ്റ് സെഡ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് എന്ന് എഴുതാം. അതിൽ ലിമിറ്റ് സെഡ് എൻ എ ആണ്, റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് എന്ന് എഴുതാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. 3യും 4ഉം കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ആൻഡ് ദിസ് ഇസ് എ പ്രൂഫ്. ഇനി തിയറം 6 ആണ്. അതെന്താ പറയുന്നത് വെച്ചാൽ ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ലിമിറ്റ് മോഡ് എക്സ് എൻ ഈക്വൽ ടു മോഡ് എക്സ് ആയിരിക്കും. ഓക്കെ, എപ്സിലോൺ ചൂസ് ചെയ്തു. സിമ്പിൾ പ്രൂഫാണ്. എപ്സിലോൺ ചൂസ് ചെയ്തു. ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമുക്ക് എന്തറിയാം, ദർ എക്സിസ് എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഓക്കെ, ഇനി നമുക്ക് അറിയുന്ന ഒരു ഇനീക്വാളിറ്റിയും കൂടെ നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യിക്കാൻ പോവാണ്. അതായത് വി നോ ദാറ്റ് മോഡുലസ് ഓഫ് മോഡ് എക്സ് എൻ മൈനസ് മോഡ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് എൻ മൈനസ് എക്സ് ആൻഡ് ദിസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് എഴുതാം യൂസിങ് ഇക്വേഷൻ നമ്പർ 5. സോ ദാറ്റ് ഈസ് നമുക്ക് വേണ്ട കാര്യം ആയി അല്ലേ. മോഡുലസ് ഓഫ് മോഡ് എക്സ് എൻ മൈനസ് മോഡ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ദിസ് മീൻസ് ദാറ്റ് ലിമിറ്റ് ഓഫ് മോഡ് എക്സ് എൻ ഈസ് ഈക്വൽ ടു മോഡ് എക്സ്. ആൻഡ് വി ഹാവ് വൺ റിമാർക്ക്, ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആവണമെന്നില്ല. അതായത് മോഡ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജൻ്റ് ആയതുകൊണ്ട് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജൻ്റ് ആവണമെന്നില്ല. അതാണ് റിമാർക്കിൽ പറഞ്ഞിട്ടുള്ളത്. കൺസിഡർ ചെയ്യുന്ന സീക്വൻസ് മറ്റാരുമല്ല, നമ്മുടെ -1 എന്ന് പറയുന്ന സീക്വൻസ് ആണ്. അതിൻ്റെ മോഡ് എക്സ് എന്ന് പറയുമ്പോൾ 1 ആണ് എല്ലാവർക്കും കിട്ടുക അല്ലേ. അപ്പോൾ അത് കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആയതുകൊണ്ട് അത് കൺവേർജൻ്റ് ആണ്. പക്ഷേ ഒറിജിനൽ സീക്വൻസ് ആയിട്ടുള്ള എക്സ് എൻ കൺവേർജൻ്റ് അല്ല.
ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് ദ തിയറം, 7th തിയറം. ഇതിൽ പറയുന്നത് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് ആണ് എങ്കിൽ ലിമിറ്റ് ഓഫ് റൂട്ട് എക്സ് എൻ ഈക്വൽ ടു റൂട്ട് എക്സ് ആയിരിക്കും. എപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിനുകളെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ. ആൻഡ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള സ്ക്വയർ റൂട്ട്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ലിമിറ്റ് ഓഫ് റൂട്ട് എക്സ് എന്നും റൂട്ട് എക്സിലേക്കാണ് പോവുക എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വി ഹാവ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവറി എൻ എലമെൻറ്റ് ഓഫ് എൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ തിയറം 3 പ്രകാരം ഇവരുടെ ലിമിറ്റ് എക്സ് എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ആ ലിമിറ്റ് എക്സ് എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ 2 കേസായിട്ടാണ് ഈ തിയറം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കേസിൽ എക്സ് ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യും, അടുത്ത കേസിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 കൺസിഡർ ചെയ്യും. രണ്ടിലും നമ്മൾ പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ കേസ് 1 എക്സ് ഈക്വൽ ടു 0 എടുക്കും. എക്സ് ഈക്വൽ ടു 0 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു എപ്സിലോൺ ചൂസ് ചെയ്തു. നമ്മുടെ കയ്യിൽ ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് എന്നുണ്ട്. ആ എക്സ് 0 ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഈ പറഞ്ഞ എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ട് വി ക്യാൻ ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് 0 ഈസ് ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. എന്തിനാണ് സ്ക്വയർ ഇട്ടെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുണ്ട് റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ പോയിട്ട് എപ്സിലോൺ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായി, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ എന്ന് കിട്ടി ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇനി മോഡുലസ് ആയതുകൊണ്ട് അത് 0ൻ്റെ മുകളിലായിരിക്കും. പിന്നെ മോഡുലസ് ഓഫ് എക്സ് എൻ ആണ്, കാരണം എക്സ് എൻ പോസിറ്റീവ് ആണ് തന്നിട്ടുണ്ട്. എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ എന്ന് കിട്ടും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇനി നമ്മൾ റൂട്ട് എടുക്കുകയാണ് ത്രൂ ഔട്ട്. അപ്പോൾ നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എക്സ് എൻ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ദാറ്റ് ഈസ് അതിൽ റൂട്ട് എക്സ് എൻ്റെ സ്ഥാനത്ത് നമുക്ക് റൂട്ട് എക്സ് എൻ മൈനസ് 0 എന്ന് എഴുതിയിട്ട് ഒരു മോഡുലസ് ഇട്ടുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, കാരണം സെയിം വാല്യൂ തന്നെയാണ് വരുന്നത്. കാരണം റൂട്ട് എക്സ് എനും പോസിറ്റീവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മോഡുലസ് ഓഫ് റൂട്ട് എക്സ് എൻ മൈനസ് 0 ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇനി നമ്മുടെ കയ്യിൽ എക്സ് 0 ആണ്. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ അത് റീപ്ലേസ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ നമുക്ക് വേണ്ട റിസൾട്ടിലേക്ക് നമ്മൾ എത്താണ്. ലിമിറ്റ് ഓഫ് റൂട്ട് എക്സ് എൻ ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് ഇൻ ദ ഫസ്റ്റ് കേസ്. ആൻഡ് വി ആർ considering the next case, x greater than 0. Here also choosing epsilon positive and limit x n equal to x implies we can find a natural number k such that modulus of x n minus x is less than epsilon into root x for every n greater than or equal to k. Let it be equation number 6. Epsilon into root x എഴുതിയതും പർപ്പസ്ഫുള്ളി ആണ്, ലാസ്റ്റ് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റൂട്ട് എക്സിൻ്റെ ലിമിറ്റ് റൂട്ട് എക്സ് ആണെന്നല്ലേ. അപ്പോൾ അവരുടെ മോഡുലസ് ഡിഫറൻസ് നമ്മൾ കൺസിഡർ ചെയ്തു. മോഡുലസ് ഓഫ് റൂട്ട് ഓഫ് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിനെ നമ്മൾ ജസ്റ്റ് റൂട്ട് എക്സ് എൻ പ്ലസ് റൂട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിയുമ്പോൾ ഒന്ന് അതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ബൈ റൂട്ട് എക്സ് എൻ പ്ലസ് റൂട്ട് എക്സ് എന്ന് എഴുതാൻ പറ്റും. മോഡുലസ് മുകളിലേക്കും താഴേക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴ്ഭാഗം ഓൾറെഡി പോസിറ്റീവ് റൂട്ടുകളായതുകൊണ്ട് അത് പോസിറ്റീവാണ്. അപ്പോൾ മോൾ ഭാഗത്ത് മാത്രമായിട്ട് ആ മോഡുലസിന് എഴുതുന്നു. ആൻഡ് ദെൻ അടുത്ത സ്റ്റേജിൽ ഡിനോമിനേറ്ററിൽ പകരം റൂട്ട് എക്സ് ആണ് വരുന്നത്. ഇനീക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നിട്ടുണ്ട്. അതിൻ്റെ റീസൺ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, കാരണം എക്സ് പോസിറ്റീവാണ്, അപ്പോൾ റൂട്ട് എക്സും പോസിറ്റീവാണ്. റൂട്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് ആണ്, കാരണം എക്സിനും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ടാണ്. ഇനി അതിൻ്റെ റെസിപ്രോക്കൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ഇനീക്വാളിറ്റി വരും. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇനി മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഓൾറെഡി ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ് എഴുതിയിട്ടുണ്ട് ഇക്വേഷൻ 6 ആയിട്ട്. അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അത് റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് എന്ന് വരും. അത് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി അവിടെ റൂട്ട് എക്സ് എഴുതിയിട്ടുള്ളത് എപ്സിലോണിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് ഈക്വൽ ടു എപ്സിലോൺ എന്ന് കിട്ടും ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവറി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. This means that limit of root xn is equal to root x, and this is the theorem. Thank you.